കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈः സേതുമാധാപ്യ യാതൂന്യാമർദ്യ ദംഷ്ട്രാനഖശിഖരിശിലാസാലശസ്ത്രൈः സ്വസൈന്യൈः വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാ വേഗാനാഗാസ്ത്രബദ്ധഃ പതഗപതിഗരുന്മാരുതൈർമോചിതോ ഭൂഃ. പദാനുപദം. ആശാന്തരോപാഹൃതഗിരിനികരൈഃ കീശൈഃ. ആശാന്തരങ്ങളിൽ പല ദിക്കുകളിൽ നിന്നു വാനരന്മാർ കൊണ്ടുവന്ന പർവ്വതങ്ങളാൽ സേതും ചിറയെ ആധാപ്യ യാതഃ നിർമ്മിച്ച് ലങ്കയിൽ ചെന്ന് ദംഷ്ട്രാനഖശിഖരിശിലാസാലശസ്ത്രൈഃ. ദംഷ്ട്ര കോമ്പല്ല്, നഖം, ശിഖരി കൊടുമുടികൾ, ശിലകൾ, സാലങ്ങൾ വൃക്ഷങ്ങൾ എന്നീ അസ്ത്ര ആയുധങ്ങളാൽ സ്വസൈന്യൈഃ തൻ്റെ സൈന്യങ്ങളെ കൊണ്ട് യാതൂനി രാക്ഷസന്മാരെ ആമർദ്യ മർദ്ദിച്ചിട്ട് സമരഭുവി യുദ്ധഭൂമിയിൽ ത്വം അങ്ങ് സാനുജഃ അനുജനോടു ലക്ഷ്മണനോടുകൂടി പരം വിക്രമം വലിയ പരാക്രമം വ്യാകുർവൻ ചെയ്യുന്നതിനിടയിൽ ശക്രജേതാ ഇന്ദ്രജിത്തിനാൽ നാഗാസ്ത്രബദ്ധഃ നാഗാസ്ത്രം കൊണ്ടു ബന്ധിതനായി വേഗാത് വേഗത്തിൽ പതഗപതിഗുരുന്മാരുതൈഃ പതകങ്ങളുടെ പക്ഷികളുടെ പതിയുടെ ഗരുഡന്റെ ഗുരുവായ വലുതായ ചിറകടിയിൽ നിന്നുണ്ടായ കാറ്റുകളാൽ മോചിതഃ അഭൂതി മോചിപ്പിച്ചു. വിവർത്തനം. പല ദിക്കുകളിൽ നിന്നും വാനരന്മാർ കൊണ്ടുവന്ന പർവ്വതഭാഗങ്ങളാൽ ചിറ ബന്ധിപ്പിച്ചു ലങ്കയിലേക്ക് അങ്ങ് പോയി. അവിടെ ദംഷ്ട്രകൾ, നഖങ്ങൾ, പർവ്വതങ്ങൾ, പാറകൾ, മരങ്ങൾ എന്നീ ആയുധങ്ങളോട് കൂടിയ തൻ്റെ സേനയെക്കൊണ്ട് രാക്ഷസന്മാരെ മർദ്ദിച്ചൊതുക്കി. ലക്ഷ്മണനോടൊപ്പം വലിയ പരാക്രമങ്ങൾ ചെയ്യവേ ഇന്ദ്രജിത്തിന്റെ നാഗാസ്ത്ര ബന്ധനത്തിൽ പെടുകയും ഗരുഡന്റെ ചിറകടിച്ചുള്ള കാറ്റിനാൽ ആ ബന്ധനത്തിൽ നിന്നു മോചിതനാകുകയും ചെയ്തു. ഹരേ കൃഷ്ണ.